ഹായ് നമസ്കാരം. നമുക്കിത് കുറച്ച് പറമ്പിൽ മാങ്ങിയിട്ടുണ്ട്. മാങ്ങ നമുക്ക് ഉപ്പിലിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പറമ്പിൽ മാങ്ങയാണ്. അപ്പോൾ നമുക്ക് വേണ്ട മാങ്ങ, നമ്മുടെ പറമ്പിൽ തന്നെ മുളകാണ്. മുളക്, പിന്നെ വിനാഗിരി, കല്ലുപ്പ് വേണ്ടത്. മാങ്ങ നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാം. വെള്ളം ഉണ്ടാവരുത്. വെള്ളം ഉണ്ടായാൽ പൂപ്പൽ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വെള്ളമില്ലാതെ നമ്മൾ വെള്ളമില്ലാതെ നമുക്ക് തുടച്ച് എടുക്കാം കേട്ടോ. തുടച്ച് നമ്മൾ തുടച്ച് മാറ്റാം. കട്ട് ചെയ്തെടുക്കാം. അധികം മൂത്തിട്ടില്ല. ഇതിന്റെ അണ്ടി ഉറക്കാത്ത മാങ്ങയാണ്. അണ്ടി ഉറച്ചിട്ടില്ല, ഉറക്കാത്ത മാങ്ങ എടുക്കുന്നത്. നമ്മുടെ ഒത്തിരി മാങ്ങ ഉണ്ടാവും, അപ്പൊ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ പഴയ നമ്മള് മാങ്ങ ഇതിനകത്ത് ഇടാൻ പോണ്. ഇത് വൃത്തിയായി കുപ്പി അയക്കണം. മാങ്ങ കൂടുതലാണ് സംശയമുണ്ട്. കൂടുതലാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള മാങ്ങ ഉണക്കാം. മാങ്ങ ഇടുന്നുണ്ട്. കുറച്ച് പച്ചമുളകും ഇടട്ടെ. അതിലൂടെ മിക്സ് ചെയ്താം. പക്ഷെ മാങ്ങ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. മാങ്ങ മതി. നമുക്ക് ബാക്കിയുള്ളത് ഉപ്പ് ഉണക്കാൻ വെക്കാം. അപ്പം കല്ലുപ്പ്, ഇത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളത്തേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വെച്ചിട്ട് വിനാഗിരി മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. നോക്കട്ടെ, മതിയാകും എന്ന് തോന്നുന്നു. കല്ലുപ്പാണ്. കല്ലുപ്പ് നമുക്ക് ആവശ്യത്തിനോട് ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് തന്നെ. അപ്പം കാര്യങ്ങൾ മതിയായി എന്ന് വിചാരിക്കുന്നു. അതൊക്കെ ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ ഉപ്പ് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളത് റെഡിയാക്കി അടച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ശരി, ബൈ ബൈ.